ഹായ് ഹലോ, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് ആൻഡ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സോ റിക്വസ്റ്റ് ചെയ്ത തനു ടീനുവിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബേസിക്കലി ഇതൊരു സ്റ്റോൺ ആർട്ടാണ്, പക്ഷേ നമുക്കിങ്ങനെ ചെയ്തൊരു കല്ലിനെ പേപ്പർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സ്റ്റെപ്പ് നമ്പർ 1, സ്യൂട്ടബിൾ ആയിട്ടുള്ള കല്ല് സെലക്ട് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരുപാട് കല്ലുകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള കല്ല് സെലക്ട് ചെയ്യാം. അതേസമയം നമുക്ക് ഒന്നോ രണ്ടോ കല്ലുകൾ മാത്രമാണ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ കല്ലിൽ എന്ത് നമുക്ക് ചെയ്യാം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോൺ ആർട്ട് തുടങ്ങാം. സ്റ്റെപ്പ് നമ്പർ 2, ബേസ് കോട്ട് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഞാനിവിടെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ബേസ് കോട്ട് കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ടും പെയിൻറ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ബേസ് കോട്ട് ഒന്നും കൊടുക്കാതെ നാച്ചുറൽ കളർ കീപ്പ് ചെയ്തിട്ടും നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് നമ്പർ 3, നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് വരച്ചു കൊടുക്കാം. കോഡ്സ് ആണെങ്കിൽ അങ്ങനെ, എന്തെങ്കിലും ഡിസൈൻ ആണെങ്കിൽ അങ്ങനെ, അതുമല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചർ ആണെങ്കിൽ അങ്ങനെ, അത് നമുക്ക് ചെയ്തു കൊടുക്കാം. ഞാനിവിടെ രണ്ട് വശത്തും ബേസ് കോട്ട് കൊടുത്തിട്ട് വൺ സൈഡിൽ ഒരു കോഡ്സും അതുപോലെ തന്നെ മറു സൈഡിൽ ഒരു ഫ്ലവേഴ്സുമാണ് വരച്ചു കൊടുക്കുന്നത്. ഈ ഫ്ലവേഴ്സ് ഞാൻ ചെയ്യുന്നത് 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടാണ്. ഈ വീഡിയോയിൽ കോഡ്സ് എഴുതിയത് കാണിക്കുന്നില്ല. വീഡിയോയുടെ എൻഡിൽ ഞാൻ ചെയ്ത സ്റ്റോൺ ആർട്ടെല്ലാം കാണിക്കുന്നതാണ്. അടുത്തത് ഒരു അവക്കാഡോ സ്റ്റോൺ ആർട്ടാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ അവക്കാഡോ ഞാൻ ചെയ്തത് ഈ ഒരു കല്ലിൻ്റെ ഷേപ്പ് കണ്ടിട്ടാണ്. ഈ കല്ല് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് മനസ്സിൽ വന്നത് ഈ ഒരു അവക്കാഡോയും അതുപോലെ തന്നെ സ്ട്രോബെറിയുമാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ലത് അവക്കാഡോ ആണെന്ന് തോന്നിയിട്ട് ഞാൻ അതാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാനൊരു വൈറ്റ് വെച്ചിട്ട് ബേസ് കോട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കുറച്ച് നിർത്തിയിട്ടാണ് പെയിൻറ്റ് ചെയ്തത്. ഇനി ബാക്കി എല്ലാ ഭാഗത്തും ഗ്രീൻ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ണും മൂക്കും വായും ഒക്കെ വരച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് ആ ഒരു അവക്കാഡോ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ബ്ലഷൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് നമ്മുടെ കല്ലമ്മ ഇരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്ത മറ്റ് സ്റ്റോൺ ആർട്ടും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ.